കഴിഞ്ഞ 15 ദിവസമായി കേരള സർവകലാശാലയുടെ താൽക്കാലിക VC RSSന്റെ പൊന്നോമന പുത്രൻ പ്രിയപ്പെട്ട മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിലേക്ക് എത്തിയിട്ടേയില്ല. ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുന്നത് SFI സമരം നടത്തുന്നത് അടിസ്ഥാനപരമായ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ്. RSSന്റെ പൊന്നോമന പുത്രൻ പ്രിയപ്പെട്ട കേരള സർവകലാശാലയുടെ VC വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുടെ കേന്ദ്രം മിസ്റ്റർ മോഹനൻ കുന്നുമ്മലിനോട് 15 ചോദ്യങ്ങൾ കേരള സർവകലാശാലയിൽ പഠിക്കുന്ന വിവിധ വിദ്യാർത്ഥികൾക്ക് വേണ്ടി SFI ചോദിക്കുകയാണ്. RSSന്റെ സ്വന്തം മോഹനൻ കുന്നുമ്മലെ ഈ സർവകലാശാലയുടെ VC ആയെങ്കിരിക്കുമ്പോൾ ഈ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അങ്ങേക്ക് ബാധ്യതയുണ്ട്. ആ ചോദ്യങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ SFIക്കാർ അങ്ങയോട് ചോദിക്കുകയാണ്. മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ, ക്വസ്റ്റ്യൻ നമ്പർ 1, 2022 കേരള സർവകലാശാലയുടെ താൽക്കാലിക VC ആയി ഗവർണർ പ്രത്യേകമായി അങ്ങേ ചുമതലപ്പെടുത്തിയ ശേഷം എത്ര ദിവസങ്ങളാണ് അങ്ങ് ഈ കേരള സർവകലാശാലയുടെ കവാടം കടന്ന് കേരള സർവകലാശാലയിലേക്ക് എത്തിയിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 2, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ അങ്ങ് ഈ VC ആയി ചുമതല ഏറ്റെടുത്ത ശേഷം എത്ര സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങൾ സർവകലാശാലയ്ക്കകത്ത് വിളിച്ചു ചേർക്കാൻ അങ്ങ് തയ്യാറായിട്ടുണ്ട്? സ്റ്റാറ്റ്യൂട്ടിലെ വാചകം ഉദ്ധരിച്ച് 60 ദിവസം തികയുമ്പോൾ മാത്രം നടക്കുന്ന ഒരു ആചാരമായി കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗങ്ങളെ അധപ്പതിപ്പിച്ചത് താങ്കളല്ലേ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവിധ വിദ്യാർത്ഥി വിഷയങ്ങൾ അങ്ങ് 2022 ചുമതലയേറ്റ ശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഈ കേരള സർവകലാശാലയിലെ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്താൻ ഇത്രയും നാളങ്ങത്തെ VCയുടെ കാലയളവിൽ അങ്ങ് തയ്യാറായിട്ടുണ്ടോ എന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ ഇന്നങ്ങയുടെ മേശപ്പുറത്ത് നോക്കൂ, ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുമ്പോൾ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ പഠിച്ച 2500ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ ഭാവിയെ ബാധിക്കുന്ന അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാതെ അങ്ങയുടെ മേശപ്പുറത്ത് അങ്ങ് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാതെ വിദ്യാർത്ഥികളുടെ ഭാവി അങ്ങ് അവതാളത്തിലാക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് SFIക്ക് വേണ്ടി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ, ക്വസ്റ്റ്യൻ നമ്പർ 5, 250ഓളം വരുന്ന DDFS ഫയലുകൾ അങ്ങയുടെ മേശപ്പുറത്ത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ആ ഫയലുകളെല്ലാം കെട്ടിപ്പൂട്ടി മുക്കി വെച്ചിരിക്കുന്നത് ആരെ സഹായിക്കാനാണ് എന്ന് മോഹനൻ കുന്നുമ്മലെ നിങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് അത്യന്താപേക്ഷിതമായ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ, അതോടൊപ്പം തന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയിൽ വിദ്യാർത്ഥികൾ സമർപ്പിച്ച വിവിധങ്ങളായ അപേക്ഷകൾ തുടർ നടപടികൾ സ്വീകരിക്കാതെ അങ്ങ് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് SFIക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, 2000-ലധികം റിസർച്ച് വിദ്യാർത്ഥികളുള്ള ഈ കേരള സർവകലാശാലയിൽ PhD ഡോക്ടറേറ്റ് ഇല്ലാത്ത, PhD ഡോക്ടറേറ്റ് ഡിഗ്രി ഇല്ലാത്ത അങ്ങയ്ക്ക് എങ്ങനെയാണ് VC ആയി ആത്മാഭിമാനത്തോടെ ഇരിക്കാൻ കഴിയുന്നത് എന്ന് SFIക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. PhD സ്കോളർമാർക്ക് നേതൃത്വം കൊടുക്കേണ്ട അങ്ങയ്ക്ക് PhD ഡോക്ടറേറ്റ് ഇല്ല എന്ന വസ്തുത അങ്ങയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, ഗവേഷണ വിദ്യാർത്ഥികളുടെ റിസർച്ച് തീസിസ് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇവാലുവേഷൻ എക്സ്പെർട്ട് പാനലിലേക്ക് കൃത്യമായ ഫയലുകൾ തീർപ്പാക്കാതെ അത് തടഞ്ഞു വച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ഗവേഷണത്തെ, സ്വതന്ത്രമായ ഗവേഷണ ചിന്താഗതികളെ കെട്ടിപ്പൂട്ടി വെക്കുന്ന RSSന്റെ നയത്തെ അങ്ങ് RSSന് വേണ്ടി ഈ സർവകലാശാലയെ നടപ്പിലാക്കുമ്പോൾ ഗവേഷകരോട് അങ്ങക്ക് എന്തുത്തരമാണ്
ഈ സർവകലാശാലയിൽ പറയാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 9, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയുടെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പദ്ധതികളിൽ സർവകലാശാലയ്ക്ക് അനുവദിച്ച് ലഭിച്ചിട്ടുള്ള പണം, ആ പണത്തിന് ആവശ്യമായ പ്രോജക്റ്റുകൾ അങ്ങയും അങ്ങയുടെ ഓഫീസിൽ നിന്നും തയ്യാറാക്കി കൊടുക്കാതെ മുടങ്ങിക്കിടക്കുന്നതിന് എന്തുത്തരമാണ് ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് അങ്ങയ്ക്ക് പറയാനുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 10, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ കൃത്യമായ അധ്യാപന നിയമനമടക്കമുള്ള കാര്യങ്ങൾ നടത്താതെ കാര്യവട്ടം ക്യാമ്പസ് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട അക്കാഡമിക് സംവിധാനമാണ്, യൂണിവേഴ്സിറ്റി സെൻ്ററാണ്. ആ സെൻ്ററിലെ അക്കാഡമിക്കേതര പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നത്, ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ നശിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണ് മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ എന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 11, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയുടെ ഒരു പഠന വിഭാഗത്തിലും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായി സംഘടിപ്പിക്കേണ്ട സെമിനാറുകൾ സംഘടിപ്പിക്കാതെ, അതിന് അനുമതി കൊടുക്കാതെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ താങ്കൾ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാൻ SFI ആഗ്രഹിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയുടെ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്ന ഭരണനിർവഹണത്തെ സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചിരിക്കുന്ന കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടും അതോടൊപ്പം തന്നെ ആക്റ്റും നിരന്തരം ലംഘിച്ച് നിയമപരമല്ലാത്ത തീരുമാനങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ സർവകലാശാലയിൽ കൈക്കൊള്ളുന്നത് ഞങ്ങൾ ചോദിക്കുകയാണ്. സർവകലാശാലയിലേക്ക് വരുമ്പോൾ മിനിമം നിങ്ങൾ വായിച്ചു നോക്കേണ്ടിയിരുന്നത് ഈ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടുമായിരുന്നില്ലേ, സ്റ്റാറ്റ്യൂട്ടും ആക്റ്റുമായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മനുസ്മൃതിയും RSSന്റെ വിചാരധാരയും വായിക്കാൻ അങ്ങ് കണ്ടെത്തുന്ന സമയം കേരള സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും വായിക്കാൻ എന്താണ് അങ്ങ് കണ്ടെത്താത്തത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13, മിസ്റ്റർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാല ആക്ട് 12.1, സ്റ്റാറ്റ്യൂട്ട് 15, സ്റ്റാറ്റ്യൂട്ട് 23 എന്നീ വകുപ്പുകൾ പ്രകാരം രജിസ്ട്രാറെ നിയമിക്കുന്നതിനോ രജിസ്ട്രാറിന് പകരം ചുമതല കൊടുക്കുന്നതിനോ രജിസ്ട്രാറുടെ നിയമന അതോറിറ്റിയായ സിൻഡിക്കേറ്റിന് മാത്രമാണ് അധികാരം നിഷ്കർഷിച്ചിരിക്കുന്നത്. ആ അധികാരത്തിൽ കൈകടത്തി തനിക്കില്ലാത്ത അധികാരം പ്രയോജനപ്പെടുത്തി സ്റ്റാറ്റ്യൂട്ടും ആക്ട് ലംഘിച്ച വൈസ് ചാൻസലർക്ക് എങ്ങനെയാണ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തുടരാൻ അവകാശം ലഭിക്കുന്നത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14, സർവകലാശാല ഭരണത്തെ കേരളത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള, പഴക്കമുള്ള, ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന, ശ്രേഷ്ഠ സമ്പന്നന്മാരായ വൈസ് ചാൻസലർമാർ കയ്യാളിയിരുന്ന, ഏറ്റവും പ്രഗത്ഭമതികളായ വിദ്യാർത്ഥികളെ സൃഷ്ടിച്ച ഈ കേരള സർവകലാശാലയെ തകർക്കാൻ ആരുടെ അച്ചാരപ്പണം വാങ്ങിയിട്ടാണ് അദ്ദേഹം ഈ കസേരയിൽ കയറി ഇരിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15, താങ്കൾ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നത്, മിസ്റ്റർ മോഹനൻ കുന്നുമ്മലെ നിങ്ങൾ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്? സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ടോ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടോ, അതോ RSSന് വേണ്ടിയിട്ടോ എന്ന് മോഹനൻ കുന്നുമ്മലെ താങ്കൾ ഈ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ, ജനാധിപത്യവാദികളായ വിദ്യാർത്ഥികളെ താങ്കൾ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാര്യത്തിൽ കൂടി മറുപടി പറഞ്ഞ് ഈ പ്രതിഷേധവും പരസ്യ വിചാരണയും അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ മോഹനൻ കുന്നുമ്മൽ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങളെപ്പോലും ഭയപ്പെടുന്ന പേടിത്തൊണ്ടനായ ഈ കേരളത്തിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെപ്പോലും അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്ത യഥാർത്ഥ വർഗീയവാദി, ധൈര്യമില്ലാത്തവനും ഒളിച്ചോടുന്നവനുമാണെന്ന് തെളിയിക്കുന്ന മോഹനൻ കുന്നുമ്മല് ഈ സർവകലാശാലയ്ക്ക് അപമാനമാണെന്നും അങ്ങ് സ്വയമൊരഭാസ കഥാപാത്രമായി കേരളത്തിൽ മാറിയിട്ടുണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കി ഇങ്ങനെ ഗതികെട്ട ജന്മമായി പോയല്ലോ എൻ്റേത് എന്ന് സ്വയമൊന്ന് ആത്മവിശ്വാസം കൊണ്ട് ഈ കസേരയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയി വിദ്യാർത്ഥികളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പറയുകയാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഈ 15 ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തന്നെ ഞങ്ങൾ ഏതാണ്ട് 15 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കേണ്ടി വന്നു.